സൗദി അറേബ്യയിൽ മോട്ടോർ സൈക്കിൾ വഴിയുള്ള ഡെലിവറി സേവനങ്ങൾക്ക് ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വ്യക്തികൾ സ്വന്തം നിലയിൽ ഡെലിവറി നടത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന വിദേശികളെ നാടുകടത്താനും പുതിയ ഉത്തരവ് നിർദ്ദേശിക്കുന്നു. സൗദിയിലെ ലോജിസ്റ്റിക് മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമ ഭേദഗതി. ഇനി മുതൽ ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് കീഴിലല്ലാതെ വ്യക്തികൾക്ക് ഡെലിവറി നടത്താൻ അനുവാദമില്ല. സുരക്ഷാ കാരണങ്ങളാൽ ഡെലിവറി ജീവനക്കാർ പുറത്ത് ബാഗുകൾ തൂക്കുന്നത് നിരോധിച്ചു. പകരം ബൈക്കിൽ സുരക്ഷിതമായി ഉറപ്പിച്ച ബോക്സുകൾ ഉപയോഗിക്കണം. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് താപനില ക്രമീകരിച്ച ബോക്സുകൾ നിർബന്ധമാണ്. നിയമം ലംഘിക്കുന്ന വിദേശികളെ രാജ്യത്ത് നിന്ന് നാടുകടത്തും. ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തിയാൽ വൻകിട സ്ഥാപനങ്ങൾക്ക് 28,800 റിയാലും വ്യക്തികൾക്ക് 16,800 റിയാലും പിഴ ചുമത്തും. ഒരു വർഷത്തിനുള്ളിൽ കുറ്റം ആവർത്തിച്ചാൽ പിഴ 5 ഇരട്ടിയായി വർദ്ധിക്കും. ഇതിനു പുറമെ 60 ദിവസം വരെ ബൈക്കുകൾ കണ്ടുകെട്ടാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 4 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബൈക്കുകൾ സർവീസിന് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈവർമാർക്ക് പ്രൊഫഷണൽ ഡ്രൈവർ കാർഡും പ്രത്യേക യൂണിഫോമും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓരോ 50 ബൈക്കുകൾക്കും ഒരു സൗദി പൗരനെ സൂപ്പർവൈസറായി നിയമിക്കണം. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തുന്നതും ബൈക്കിൽ യാത്രക്കാരെ കയറ്റുന്നതും ഗുരുതര നിയമലംഘനമായി കണക്കാക്കും. കുറ്റക്കാരായ കമ്പനികളുടെ ആപ്പുകൾ ബ്ലോക്ക് ചെയ്യാനും ലൈസൻസ് റദ്ദാക്കാനും അതോറിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും. എല്ലാ ഡെലിവറി നീക്കങ്ങളും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി അതോറിറ്റി നേരിട്ട് നിരീക്ഷിക്കും. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.